നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരത്ത് വൻ ലഹരിവേട്ട, 120 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ SFI കാഞ്ഞങ്ങാട്ട് മാർച്ച് നടത്തി. പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം. കാസർഗോഡ് കുമ്പളയിൽ ഗൃഹനാഥനെയും കുടുംബത്തെയും ആയുധമുപയോഗിച്ച് ബന്ദികളാക്കി 42 പവൻ സ്വർണവും 1,00,000 ലക്ഷം രൂപയും കവർന്ന കേസ്. മുഖ്യപ്രതി പിടിയിൽ. ദേശീയ മാമ്പഴ ദിനാഘോഷം. വിദ്യാനഗർ ചിന്മയ വിദ്യാലയത്തിൽ മാമ്പഴത്തിന്റെ മധുരമേറും ഓർമ്മകൾ സമ്മാനിച്ച് ഫയർലെസ് കുക്കിംഗ് മത്സരം സംഘടിപ്പിച്ചു. കോൺഗ്രസ് നേതാവ് K. ബാലകൃഷ്ണന്റെ വിയോഗം. നാടിന് നഷ്ടമായത് വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച പൊതുപ്രവർത്തകന്. ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് കോഴ്സിന്റെ 29ാമത്തെ ബാച്ചിന്റെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് ഉദ്ഘാടനം ചെയ്തു. ഒറ്റ അദാലത്തിലൂടെ പൊതുജനങ്ങളുടെ 28 പരാതികളിൽ തീർപ്പുണ്ടാക്കി തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ പരാതി പരിഹാര അദാലത്ത്. പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരത്ത് വൻ ലഹരി വേട്ട, 120 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. കുബണൂർ സ്വദേശി മൊയ്തീൻ കുഞ്ഞി, ജോഡ്കല്ല് സ്വദേശി ഫാറൂഖ് മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. കാസർഗോഡ് മഞ്ചേശ്വരം ഉപ്പള ജോഡ്കല്ലിൽ ബെലനോ കാർ തടഞ്ഞു നടത്തിയ പരിശോധനയിലാണ് 120 ഗ്രാം MDMA-യുമായി 2 പേരെ പിടികൂടിയത്. കുബണൂർ സ്വദേശിയായ മൊയ്തീൻ കുഞ്ഞിയും ജോഡ്കൽ സ്വദേശിയായ ഫാറൂഖ് മുഹമ്മദ് എന്നിവരാണ് അറസ്റ്റിലായത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന പ്രത്യേക സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ വലയിലായത്. SI ഉമേഷാണ് നേതൃത്വം നൽകിയത്. മയക്കുമരുന്ന് കാറിൽ കർണാടകയിൽ നിന്നും കടത്തിക്കൊണ്ടുവരികയായിരുന്നുവെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്. പിടിയിലായ 2 പേരും രാസലഹരിക്കടത്ത് വിൽപ്പന സംഘത്തിലെ പ്രധാന കണ്ണികളാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ SFI കാഞ്ഞങ്ങാട്ട് നടത്തിയ മാർച്ചിൽ സംഘർഷം. നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് SFI ജില്ലാ കമ്മിറ്റി അവകാശ പത്രിക മാർച്ച് കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധം അറിയിച്ചത്. SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP അഖില ഉദ്ഘാടനം ചെയ്തു. അവകാശങ്ങൾ കേരളത്തിനകത്തെ ഗവൺമെന്റിന് മുന്നിൽ SFI സമർപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ നമ്മളിവിടെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഈ കാസർഗോഡിനകത്ത് ഈ നഗരത്തിങ്ങനെ സംഘടിക്കുമ്പോൾ നമുക്കറിയാം, രാജ്യം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. വിദ്യാർത്ഥികൾ സംഘടിക്കുകയാണ്. ഈ നാടിനകത്ത് അനീതികൾ ഉണ്ടാകുമ്പോൾ ശബ്ദമുയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിട്ട് വിദ്യാർത്ഥികളാണ് ഈ നാടിന്റെ ചരിത്രത്തിന് മുന്നിൽ ഉയർന്നു നിന്നിട്ടുള്ളത്. ഇന്ന് രാജ്യത്തിന്റെ സ്ഥലത്താനത്തിന് മുന്നിൽ വലിയ തോതിലുള്ള ഒരു സമരം സംഘടിപ്പിക്കുകയാണ് വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും എല്ലാം നേതൃത്വത്തിൽ. SFIയുടെ അഖിലേന്ത്യാ ഭാരവാഹികൾ ഉൾപ്പെടെ നിരാഹാരം സമരം സംഘടിപ്പിച്ചത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ നാടിനകത്ത് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്നാലോചിക്കുമ്പോൾ, വിദ്യാഭ്യാസം എന്നാലോചിക്കുമ്പോൾ, നീറ്റ് പരീക്ഷകൾ എന്നാലോചിക്കുമ്പോൾ, നെറ്റ് പരീക്ഷകൾ എന്നാലോചിക്കുമ്പോൾ, CBSE പരീക്ഷകൾ എന്നാലോചിക്കുമ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഭയമാണ്, ആത്മഹത്യാ പ്രേരണയാണ് എന്ന് ഈ നാടിനകത്തെ കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറയുന്ന ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു കാഴ്ചയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം കണ്ടുപോയിട്ടുള്ളത്. നീറ്റ് പരീക്ഷാ പേപ്പർ ഇങ്ങനെ ചോർന്നു പോകുന്നൊരു വാർത്ത നമ്മൾക്ക് മുന്നിലേക്ക് കടന്നു വന്നു. 22 വിദ്യാർത്ഥികൾ ഇതോടടങ്കം ആത്മഹത്യ ചെയ്യുന്ന നിലയടക്കമുണ്ടായി. ഒരുപാട് വിദ്യാർത്ഥികൾ ഇങ്ങനെ നീറ്റ് പരീക്ഷ എഴുതുന്നതിന് വേണ്ടി രാവ് പകലിങ്ങനെ പട്ടിണി കിടന്ന് ഉറങ്ങാതെ ഇങ്ങനെ കാത്തിരുന്ന് പരീക്ഷ എഴുതുവാൻ വേണ്ടി എത്രയോ വിദ്യാർത്ഥികൾ കാത്തിരുന്ന് പഠിച്ചു. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അദിനാൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സജീഷ് കോവൽപ്പള്ളി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അഭിചന്ദ് ചെറുവത്തൂർ, കവിതാ കൃഷ്ണൻ, കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി PK മഞ്ജിഷ എന്നിവർ സംസാരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി M അനുരാജ് സ്വാഗതം പറഞ്ഞു. നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു.
മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് കുമ്പളയിൽ ഗൃഹനാഥനെയും കുടുംബത്തെയും ആയുധം ഉപയോഗിച്ച് ബന്ദികളാക്കി 42 പവൻ സ്വർണവും 1,00,000 ലക്ഷം രൂപയും കവർന്ന കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ. കർണാടക സ്വദേശിയായ സംബ്യ അസീസ് എന്ന അബ്ദുൽ അസീസിനെ പുത്തൂരിൽ നിന്നുമാണ് കാസർഗോഡ് ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടിയത്. 2012 ഡിസംബർ 22 രാത്രിയായിരുന്നു നാടിനെ നടുക്കിയ കവർച്ച. കുമ്പള അനിൽ കുംബ്ലെ റോഡിലെ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർ രാജേഷ് ഷേണായിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ മുഖംമൂടി ധരിച്ച സംഘം ഗൃഹനാഥന്റെ മുഖത്തേക്ക് ദ്രാവകം സ്പ്രേ ചെയ്ത് ബോധം കെടുത്തിയ ശേഷമാണ് സ്വർണവും പണവും കവർന്നത്. രാത്രി 9 മണിയോടെ ഗൃഹപ്രവേശന ചടങ്ങിന് ക്ഷണിക്കാനെത്തിയ കുടുംബസുഹൃത്താണ് സംഭവം പുറത്തറിഞ്ഞത്. കേസിൽ നേരത്തെ 10 പ്രതികൾ അറസ്റ്റിലായിരുന്നു. പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ച 4 പേരിൽ പ്രധാനിയാണ് ഇപ്പോൾ പിടിയിലായ അസീസ്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി മധുസൂദനൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഞ്ചേശ്വരം മുൻ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പ്രവർത്തിക്കുന്ന മൈജിം ഹെൽത്ത് ക്ലബ്ബ് കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തി കനത്ത മഴയിൽ തകർന്നു വീണു. ആളപായമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും പ്രദേശവാസികളിൽ ഇത് കടുത്ത ആശങ്കയ്ക്കാണ് ഇടയാക്കിയത്. പ്രതിദിനം 100 കണക്കിന് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും വാഹനയാത്രക്കാരും ഈ ജിം കെട്ടിടത്തിന് സമീപമുള്ള റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഭിത്തി തകർന്നു വീണ സമയത്ത് ആരും ആ വഴിക്ക് വരാതിരുന്നതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. തകർന്നു വീണ ഭിത്തിയുടെ ബാക്കി ഭാഗങ്ങളും പൂർണ്ണമായും അപകടാവസ്ഥയിലാണുള്ളത്. ഏത് നിമിഷവും നിലംപൊത്താറായ നിലയിലുള്ള ഈ ഭാഗം ഇതുവഴി യാത്ര ചെയ്യുന്ന പൊതുജനങ്ങളിൽ വലിയ ഭീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപകടാവസ്ഥയിലുള്ള ബാക്കി ഭാഗങ്ങൾ ഉടൻ തന്നെ നീക്കം ചെയ്യണമെന്നും പൊതുജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി സ്ഥലപരിശോധന നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മാമ്പഴത്തിന്റെ മധുരമേറും ഓർമ്മകൾ സമ്മാനിച്ച് വിദ്യാനഗർ ചിന്മയ വിദ്യാലയത്തിൽ ഫയർലെസ് കുക്കിംഗ് മത്സരം സംഘടിപ്പിച്ചു. ദേശീയ മാമ്പഴ ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിലെ സയൻസ് ക്ലബിന്റെയും ഇക്കോ ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ചിന്മയ തേജസ് ഓഡിറ്റോറിയത്തിൽ മാമ്പഴത്തിന്റെ രുചിമേളം നിറഞ്ഞത്. 3 പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിച്ചു നടത്തിയ മത്സരത്തിൽ വൈവിധ്യങ്ങളായ നിരവധി മാമ്പഴ വിഭവങ്ങളാണ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയത്. ദേശീയ മാമ്പഴ ദിനത്തിന് മധുരമേകുവാൻ വിദ്യാനഗർ ചിന്മയ വിദ്യാലയത്തിലെ സയൻസ് ക്ലബ്ബും എക്കോ ക്ലബ്ബും കൈകോർത്തപ്പോൾ ചിന്മയ തേജസ് ഓഡിറ്റോറിയം സാക്ഷിയായത് മാമ്പഴത്തിന്റെ രുചിമേളങ്ങളുടെ വൈവിധ്യം നിറഞ്ഞ കാഴ്ചകൾക്കാണ്. 9ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്കായാണ് ഫയർലെസ് കുക്കിംഗ് മത്സരം സംഘടിപ്പിച്ചത്. 3 പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിച്ചു നടത്തിയ മത്സരത്തിൽ വൈവിധ്യങ്ങളായ നിരവധി മാമ്പഴ വിഭവങ്ങളാണ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയത്. വിദ്യാർത്ഥികൾ ആവേശത്തോടെ പങ്കെടുത്ത പാചക മത്സരം ഇവരുടെ സർഗാത്മകതയും പാചക വൈഭവവും പ്രകടിപ്പിക്കുന്നതിനുള്ള വേദിയായി മാറി. ഇന്ന് നാഷണൽ മാംഗോ ഡേ ആയതുകൊണ്ട് നമ്മുടെ സ്കൂളിൽ ഒരു വിത്തൗട്ട് ഹീറ്റ്
ഫുഡ് മേക്കിംഗ് കോമ്പറ്റീഷൻ ആക്കിയിട്ടുണ്ട്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാംഗോ ആണ്. 45ഓളം ടീംസ് ഉണ്ട്. 9th മുതൽ +2 വരെ പേര് ചെയ്യുന്ന ടീംസാണ്. നമ്മുടെ ചിന്മയ വിദ്യാലയയിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടി തന്നെയാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മളെല്ലാവരും ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു വേദി തന്നെയായിരുന്നു ഇത്. നമ്മളെല്ലാവരും നല്ലോണം ഇത് എൻജോയ് ചെയ്തു. മാമ്പഴത്തിൻ്റെ പോഷക ഗുണങ്ങളും ആരോഗ്യ പ്രാധാന്യവും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം പാചക നൈപുണ്യം, സർഗാത്മകത, ശുചിത്വബോധം, ഭക്ഷ്യസുരക്ഷ എന്നിവ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചത്. ചിന്മയ മിഷൻ കേരള ഘടകം മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി മത്സരവേദി സന്ദർശിക്കുകയും കുട്ടികൾ തയ്യാറാക്കിയ വിഭവങ്ങൾ പരിചയപ്പെടുകയും ചെയ്തു. മാമ്പഴത്തിൻ്റെ പ്രാധാന്യവും ആരോഗ്യ ഗുണങ്ങളും മനസ്സിലാക്കുവാൻ വിദ്യാർത്ഥികൾക്ക് സാധിച്ചുവെന്നും ഈ പരിപാടി മറ്റുള്ള വിദ്യാലയങ്ങൾക്ക് അനുകരണീയ മാതൃകയാക്കാമെന്നും സ്വാമി വിവിക്താനന്ദ സരസ്വതി പറഞ്ഞു. ഇന്ന് നമ്മുടെ വിദ്യാനഗർ ചിന്മയ വിദ്യാലയ കുട്ടികൾ ഇവിടെ വലിയൊരു സംഭവം നടത്തുകയാണ്. വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാമല്ലോ, ദേശീയ മാങ്ങ ദിനം അല്ലെങ്കിൽ നാഷണൽ മാംഗോ ഡേ 1950 മുതൽ ഇത് നമ്മൾ ദേശീയ ഫലമായിട്ട് മാങ്ങയെ ദേശീയ ഫലമായിട്ട് ആഘോഷിക്കുകയാണ്, ആചരിച്ചു വരികയാണ്. ഈ വർഷം നമ്മുടെ കുട്ടികളും ഇവിടുത്തെ അധ്യാപകരും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വിപുലമായിട്ടുള്ള രീതിയിൽ ഏതാണ്ടോ 100ഓളം ഇനങ്ങൾ മാങ്ങ കൊണ്ട് തന്നെ അവർ സൃഷ്ടിച്ചിരിക്കുകയാണ്. കുട്ടികൾ തന്നെ അവരുടെ സർഗശേഷി ഉപയോഗിച്ചിട്ട് അവർ ഈ ദേശീയ ഫലത്തെ ഏതെല്ലാം വിധത്തിൽ നമുക്ക് ആഹാര ഇനങ്ങളിലേക്ക് കൊണ്ടുവരാം, അതും എല്ലാം വെജിറ്റേറിയൻസാണ്, ഫ്രൂട്ട്സാണ്. അപ്പം പാരിസ്ഥിതികമായിട്ടുള്ള ആനുകൂല്യം, ഇതിൻ്റെ ആ ഗുണങ്ങളെല്ലാം അവർ എടുത്തുകൊണ്ട് അവർ ഇതൊരു സവിശേഷ ദിനമായി ആചരിക്കുന്നു. മാംഗോ ഡേ, നാഷണൽ മാംഗോ ഡേ. അപ്പം മാങ്ങയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. അത് അതിൻ്റെ പേര് തന്നെ മെൻചിക്ക ഫെറ ഇൻഡിക്ക എന്നാണ് അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം. ആ ഇൻഡിക്ക എന്നുള്ള പേരുകൊണ്ട് ഇത് ഇന്ത്യയിൽ ആണ് ഇതിൻ്റെ ഒറിജിൻ എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ നിന്നാണ് അത്ര വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നത്. ഇതിന് മാംഗോ എന്ന ഇംഗ്ലീഷിൽ പേര് വന്നത് മലയാളത്തിൽ നിന്ന് വന്നത് ഇത് തന്നെയാണ്. കാരണം 1498 വാസ്കോ ഡി ഗാമ കോഴിക്കോട്ട് വന്നിറങ്ങിയപ്പം ഈ പോർച്ചുഗീസുകാർ അവർ ഈ ഫലം കണ്ടു. വളരെ സ്വാദിഷ്ടം, പിന്നെ ആസ്വാദ്യം, ഹൃദ്യം ആയിരിക്കുന്ന ഈ ഫലം കണ്ട് അവരെ മംഗോ എന്ന് വിളിച്ചു. ഒരുപക്ഷെ മാങ്ങ എന്നത്തെ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു മാങ്ങ എന്ന് പറഞ്ഞത് അവർ മംഗോ എന്നാക്കി. അങ്ങനെയാണ് പിന്നീട് ഇംഗ്ലീഷിലത് മാംഗോ എന്ന് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. മത്സരത്തിൽ വിദ്യാർത്ഥികളുടെ മികച്ച പങ്കാളിത്തമാണ് ഉണ്ടായതെന്നും ഭാവിയിലും വിദ്യാർത്ഥികളുടെ സർഗാത്മകതയെ പരിപോഷിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുവാൻ ഇത് പ്രചോദനം നൽകുന്നതാണെന്നും വിദ്യാലയ പ്രിൻസിപ്പൽ TV സുകുമാരൻ പറഞ്ഞു. ജൂലൈ 22 നാഷണൽ മാംഗോ ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാലയത്തിലെ സീനിയർ ബോയ്സ് ആൻഡ് ഗേൾസ് ഈ കൾനറി ഷോ കുക്കിംഗ് വിത്തൗട്ട് ഫയർ എന്ന കോൺസെപ്റ്റിൽ മാംഗോ അതുപോലുള്ള വ്യത്യസ്തങ്ങളായ ഐറ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൾനറി ഷോ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഗംഭീരമായ പാർട്ടിസിപ്പേഷനാണ് കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കൊടുക്കുക കുട്ടികൾക്ക് ഇത്തരം കാര്യത്തിൽ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വിദ്യാലയത്തിലെ ഇക്കോ ക്ലബ് ആൻഡ് സയൻസ് ക്ലബ് കളക്റ്റീവായിട്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. തീയുടെ സഹായമില്ലാതെ മാമ്പഴത്തെ പ്രധാന കൂട്ടാക്കി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ രുചികരവും പോഷകസമൃദ്ധവുമായ വിഭവങ്ങൾ അധ്യാപകരെയും വിധികർത്താക്കളെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി. വിഭവങ്ങളുടെ രുചി, അവതരണ മികവ്, പുതുമ, പോഷകമൂല്യം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വിജയികളെ തിരഞ്ഞെടുത്തത്. 10A ക്ലാസ്സിലെ ദ്യുതി VM, പ്രാർത്ഥന, പാർവതി C നായർ എന്നിവരടങ്ങുന്ന ഗ്രൂപ്പ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. 12ാം ക്ലാസ്സിലെ നിവേദ്യ വാമൻ, അംശുക, തനുശ്രീ എന്നിവരടങ്ങുന്ന ഗ്രൂപ്പ് 2ാം സ്ഥാനവും 9B ക്ലാസ്സിലെ പ്രണവി ബേക്കൽ, കീർത്തന, പല്ലവി എന്നിവരടങ്ങുന്ന ഗ്രൂപ്പ് 3ാം സ്ഥാനവും നേടി. പാരമ്പര്യ പാചക ശീലങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം
ബോധവൽക്കരണത്തിനോടൊപ്പം ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ നിന്നും മാറി ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ തിരഞ്ഞെടുക്കുവാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നതായിരുന്നു ഈ പരിപാടി. ആഘോഷവും അറിവും ഒരുപോലെ പകർന്നു നൽകിയ മാമ്പഴ ദിനാഘോഷം കുട്ടികളിൽ ആത്മവിശ്വാസവും പാരിസ്ഥിതിക അവബോധവും വളർത്തിയെടുക്കുവാനും മികച്ചൊരു വേദിയൊരുക്കി. പാരമ്പര്യത്തിൻ്റെയും പുതുമയുടെയും രുചി വൈവിധ്യങ്ങളുടെ മേളം ചിന്മയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച മാംഗോ ഫെസ്റ്റ് ഈ വിദ്യാർത്ഥികൾക്കെല്ലാം മറക്കാനാവാത്ത അനുഭവമാണ് സമ്മാനിച്ചത്. ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ ചെറുവത്തൂരിലെ കെ ബാലകൃഷ്ണന്റെ വിയോഗത്തോടെ നാടിന് നഷ്ടമായത് തീരദേശ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച സൗമ്യനായ പൊതുപ്രവർത്തകന്. ചെറുവത്തൂർ മടക്കര മത്സ്യബന്ധന തുറമുഖത്തിന്റെ സ്ഥാപനത്തിലുൾപ്പെടെ വികസന പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ നൂറുകണക്കിന് പേരാണ് കാടാങ്കോട്ടെത്തിയത്. നീലേശ്വരം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന നേതാവുമായ കാടങ്കോട്ടെ കെ ബാലകൃഷ്ണൻ കുറച്ചുനാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ബുധനാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. സൗമ്യനായ പൊതുപ്രവർത്തകന് അന്തിമോപചാരമർപ്പിക്കാൻ നാടിന്റെ നാനാതുറകളിലുള്ള നൂറുകണക്കിന് ആളുകളെത്തി. വ്യാഴാഴ്ച രാവിലെ 9 ചെറുവത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്തിച്ച കെ ബാലകൃഷ്ണന്റെ ഭൗതികദേഹത്തിൽ DCC പ്രസിഡന്റ് PK ഫൈസൽ കോൺഗ്രസ് പതാക പുതപ്പിച്ചു. തുടർന്ന് കാടങ്കോട് ജയ്ഹിന്ദ് വായനശാലയിൽ നടന്ന പൊതുദർശനത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭ അധ്യക്ഷൻ VV രമേശൻ, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T നാരായണൻ, KPCC സെക്രട്ടറി M അസീനാർ, DCC ഭാരവാഹികളായ KV സുധാകരൻ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, MC പ്രഭാകരൻ, മാമുനി വിജയൻ, VR വിദ്യാസാഗർ, അഡ്വക്കേറ്റ് PV സുരേഷ്, KP പ്രകാശൻ, BP പ്രദീപ് കുമാർ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി R ഗംഗാധരൻ, KPCC അംഗങ്ങളായ KV ഗംഗാധരൻ, കരിമ്പിൽ കൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാധവൻ മണിയറ, നീലേശ്വരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മടിയൻ ഉണ്ണികൃഷ്ണൻ, തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, ചെറുവത്തൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് DM സുകുമാരൻ, CPM ലോക്കൽ സെക്രട്ടറി PV കൃഷ്ണൻ, ചെറുവത്തൂർ ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് V കൃഷ്ണൻ മാസ്റ്റർ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് KK ബാബു, സംസ്ഥാന സെക്രട്ടറി പ്രദീപൻ തുരുത്തി, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KR കാർത്തികേയൻ, ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് P രാമചന്ദ്രൻ, മഹിളാ കോൺഗ്രസ് നീലേശ്വരം ബ്ലോക്ക് പ്രസിഡന്റ് K മീര തുടങ്ങി നിരവധി പൊതുപ്രവർത്തകർ അന്തിമോപചാരമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജലഭവന് മുന്നിൽ നടത്തുന്ന 5 ദിന സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വിദ്യാനഗർ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ഐക്യദാർഢ്യ സമരം നടത്തി. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. പൊതുസ്ഥലമാറ്റം മാനദണ്ഡത്തിന് വിധേയമായി അടിയന്തരമായി നടപ്പിലാക്കുക. പൊതുസ്ഥലമാറ്റം അട്ടിമറിക്കുന്ന നിലപാട് തിരുത്തുക. ഓർഡറുകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാതെ പൂഴ്ത്തിവെക്കുന്ന നിലപാട് അവസാനിപ്പിക്കുക. ഉദ്യോഗസ്ഥ ഭീഷണി അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുന്നത്. വിദ്യാനഗർ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടന്ന ഐക്യദാർഢ്യ സമരം CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. സംഭവം നടത്തുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കണം. ഇവിടെ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ജനാധിപത്യപരമായ രൂപത്തിൽ കഴിഞ്ഞ കാലത്തെ സ്ഥലമാറ്റം അതേപോലെ നടപ്പാക്കണം. ജനാധിപത്യ വിരുദ്ധ നടപടി ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ സമ്മതിക്കില്ല. ഇവിടെ നിലവിൽ തുടങ്ങുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ പൊളിക്കാൻ പാടില്ല. പ്രിയപ്പെട്ട സഖാക്കളെ, എല്ലാ സംവിധാനങ്ങളും പൊളിക്കും. ഈ പ്രബുദ്ധ കേരളം നേടിയെടുത്ത അല്ലെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാനം നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളെയും അവർ തകർത്ത് തിരപ്പണമാക്കുന്നതിന് തർക്കമില്ല. 2 മാസക്കാലത്തെ ഭരണ അനുഭവത്തിലെ തെളിയിക്കുന്നത്. നിങ്ങൾ നോക്കൂ, സിവിൽ സർവീസ് രംഗത്ത് നിന്ന് നിലപാടെന്താ? തദ്ദേശ ഭരണ വകുപ്പ് ലീഗിനാണ്. മുഖ്യമന്ത്രിയായിട്ടില്ല, വകുപ്പ് മന്ത്രിയായിട്ടില്ല. കഴിഞ്ഞ തവണ 10 വർഷം മുമ്പ് അവിടെ വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ജോലി ചെയ്ത മുസ്ലിം ലീഗിന്റെ സർക്കാർ സർവീസിലെ ജീവനക്കാരുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് വിളിക്കുകയാണ് തദ്ദേശ ഭരണ വകുപ്പ് സെക്രട്ടറി. എന്താ വിളിച്ചു പറയുന്നത്? കുടുംബശ്രീ അക്കൗണ്ടന്റുമാർ, കുടുംബശ്രീ ജീവനക്കാർ, അക്കൗണ്ടന്റുമാർ, ക്ലാർക്കുമാർ,
അച്ഛന്മാർ അതുമായി ബന്ധപ്പെട്ട 2035 ജീവനക്കാർ കഴിഞ്ഞ 12 കൊല്ലക്കാലം അവിടെ ജോലി ചെയ്യുന്നു. അവര് UDF-ന്റെ കാലത്ത് നിയമിച്ചിട്ടുണ്ട്, LDF-ന്റെ കാലത്ത് നിയമിച്ചിട്ടുണ്ട്. വർഷാവർഷ കരാർ നോക്കിയിട്ടാണ് അവരെ ജോലി മുന്നോട്ട് പോകുന്നത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എസ് ഗോവിന്ദരാജ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എസ് സുധാകരൻ വിശദീകരണം നടത്തി. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം വി ജഗദീഷ് അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി കെ വിനോദ്, ജോയിന്റ് സെക്രട്ടറി VM ബിനുമോൻ, വൈസ് പ്രസിഡന്റ് BV പ്രിയേഷ്, A സതീഷ് കുമാർ, M ജയൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ട്രഷറർ V സുപ്രിയ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നടത്തുന്ന ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് കോഴ്സിന്റെ 29ാമത്തെ ബാച്ചിന്റെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നടത്തുന്ന ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് കോഴ്സിന്റെ 29ാമത്തെ ബാച്ചിന്റെ ഉദ്ഘാടനം ഉദയഗിരിയിലെ ലൈബ്രറി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടന്നു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് ഉദ്ഘാടനം ചെയ്തു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സുരക്ഷിതമായ താമസിക്കാനുള്ള ഇടം ഒരുക്കിക്കൊണ്ടാണ് 29ാമത്തെ ബാച്ചിന് തുടക്കമിടുന്നത്. ഒരു ലൈബ്രറിയൻ ആവുക എന്നത് എനിക്ക് തോന്നുന്നു വളരെ സമർപ്പിതമായ മനസ്സോടുകൂടി ഏറ്റെടുക്കേണ്ട ഒരു ചുമതലയാണ്. ഏറ്റവും പ്രാഥമിക തലം എന്ന് പറയുന്നത് പുസ്തകങ്ങളെ സ്നേഹിക്കുവാനുള്ള കരുത്താണ്. പുസ്തകങ്ങളെ സ്നേഹിക്കുക, പുസ്തകങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. സെക്രട്ടറി VK മധു അധ്യക്ഷത വഹിച്ചു. കോഴ്സ് ഡയറക്ടർ ഡോക്ടർ സുധ അഴിക്കോടൻ, AM രവീന്ദ്രൻ, സാബു വിൻസെന്റ്, P ദാമോദരൻ, കോർഡിനേറ്റർ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥാലോകം പത്രാധിപർ PVK പനേൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KATF മഞ്ചേശ്വരം സബ് ജില്ലാ ആലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റും ഭാഷാ അനുസ്മരണവും ഉപ്പള മുളിഞ്ച ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ചു. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോൾഡൻ അബ്ദുൽ റഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാലയങ്ങളിൽ അക്കാദമിക രംഗത്ത് വിദ്യാർത്ഥികളുടെ അറബി ഭാഷാ നൈപുണ്യം വർദ്ധിപ്പിക്കാനും കഴിവും മികവും പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് അംഗീകാരം നൽകി പ്രോത്സാഹിപ്പിക്കാനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അംഗീകാരത്തോടെ സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ വ്യക്തമായി കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അറബിക് ലേണിംഗ് ഇംപ്രൂവ്മെന്റ് ഫോഴ്സ് ആലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റ് ഭാഷാ അനുസ്മരണ പരിപാടിയും മഞ്ചേശ്വരം സബ് ജില്ലാ പരിപാടിയും ഉപ്പള മുളിഞ്ച ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ചു. സബ് ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറികളിൽ നിന്നായി 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പരിപാടി മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോൾഡൻ അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സബ് ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം കരീം ഉപ്പള അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ BB സമ്മാനദാനം നടത്തി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നാരായണ ദേലമ്പാടി, ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ രാജഗോപാലൻ, സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ചിത്രാവതി ചിഗുരുപാതെ, സംസ്ഥാന കൗൺസിലർ യൂസഫ് VP, ബഷീർ കളിയൂർ, റിയാസ് വാഫി, സാബിത ടീച്ചർ എന്നിവർ സംസാരിച്ചു. സബ് ജില്ലാ സെക്രട്ടറി ഷാഹിദ് സ്വാഗതവും കൺവീനർ നൌഷാദ് MT നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉപ്പള. ഭാരതീയ മസ്ദൂർ സംഘിന്റെ 72ാം സ്ഥാപക ദിനം ആഘോഷിച്ചു. ചൌക്കി ജംഗ്ഷനിൽ BMS ചൌക്കി യൂണിറ്റ് പ്രസിഡന്റ് ദയാനന്ദ് ചൌക്കി കടപ്പ പതാക ഉയർത്തി. ഭാരതീയ മസ്ദൂർ സംഘിന്റെ 72ാം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി ചൌക്കി ജംഗ്ഷനിൽ BMS ചൌക്കി യൂണിറ്റ് പ്രസിഡന്റ് ദയാനന്ദ ചൌക്കി കടപ്പ പതാക ഉയർത്തി. BMS ചൌക്കി യൂണിറ്റ് ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് രാംനഗർ ആമുഖ പ്രഭാഷണം നടത്തി. ചൌക്കി സഹകരണ ബാങ്ക് മാനേജർ ദീപക് കുഡ്ലുവും അംഗങ്ങളും പങ്കെടുത്തു. അതോടൊപ്പം BMS ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ്, BMS മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് യൂണിറ്റ് പ്രസിഡന്റ്, ചൌക്കി യൂണിറ്റ് പ്രസിഡന്റ്, ചൌക്കി ഓട്ടോ ഡ്രൈവേഴ്സ് സംഘടനാ അധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ച് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ദയാനന്ദ് ചൌക്കി കടപ്പാറയെ BMS ചൌക്കി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദീപക് കുഡ്ലു ആദരിച്ചു. തുടർന്ന് മധുരം വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ഒറ്റ അദാലത്തിലൂടെ പൊതുജനങ്ങളുടെ 28 പരാതികളിൽ തീർപ്പുണ്ടാക്കി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ പരാതി പരിഹാര അദാലത്ത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള പഞ്ചായത്തിലെ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. പലവിധ കാര്യങ്ങളിൽ തീർപ്പാവാതെ കിടന്ന പ്രശ്നങ്ങളിൽ കാലതാമസം ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചത്. 100-ലധികം പേർ പങ്കെടുത്ത അദാലത്തിൽ ആകെ 59 പരാതികളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 28 പരാതികളിൽ കയ്യോടെ തീർപ്പ് കൽപ്പിച്ചു. 3 പരാതികൾ മറ്റ് വകുപ്പുകളിലേക്ക് കൈമാറുന്നതിന് നടപടികൾ സ്വീകരിച്ചു. ബാക്കിയുള്ളവ പഞ്ചായത്തിലെ വിവിധ സെക്ഷനുകളിലേക്ക് തുടർ നടപടികൾക്കായി കൈമാറി. പരാതി പരിഹാര അദാലത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ഓരോരാൾക്കും ഓരോ പരാതികളുണ്ടാകും. നമുക്കറിയാം, LSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളുണ്ടാവും, അതുപോലെ നമ്മുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളുണ്ടാവും, അതേപോലെ തീരദേശ മേഖലകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പരാതികളുണ്ടാവും. അങ്ങനെ ഓരോ മേഖലകളിലും ഉൾപ്പെട്ടിട്ടുള്ള പരാതികളുമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പരാതികൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ പരിപാടിയുടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ TS നജീബ്, MK പ്രസന്ന, ഫാത്തിമത്ത് അഷ്റീഫ, സെക്രട്ടറി പ്രമീള ബോബി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് നേതൃത്വത്തിൽ തുടർന്നും അദാലത്തുകൾ സംഘടിപ്പിക്കുവാൻ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഉപഭോക്താവിന്റെ അക്കൗണ്ടിൽ നിന്നും അനധികൃതമായി പണം ഈടാക്കി മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയ കേസിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് തിരിച്ചടി. സീതാങ്കോളി ശാഖയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയിൽ പിടിച്ചെടുത്ത തുക തിരികെ നൽകുന്നതിനോടൊപ്പം നഷ്ടപരിഹാരവും നൽകുവാൻ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടു. 2022 സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സീതാങ്കോളി ശാഖയിൽ രാജു സ്റ്റീഫൻ ഡിസൂസ കറന്റ് അക്കൗണ്ട് ആരംഭിച്ച് നിശ്ചിത തുക നിക്ഷേപിച്ചിരുന്നു. എന്നാൽ SMS ഫീസിന്റെ പേരിൽ ബാങ്ക് 295 രൂപ ഈടാക്കിയതിനെ തുടർന്ന് അക്കൗണ്ടിലെ തുക മിനിമം ബാലൻസിനേക്കാൾ കുറവായി മാറി. ഇതിന്റെ ഫലമായി ബാങ്ക് നിരന്തരം പിഴ ഈടാക്കാൻ തുടങ്ങിയതോടെയാണ് ഉപഭോക്താവിന് സാമ്പത്തിക നഷ്ടവും മാനസിക ബുദ്ധിമുട്ടുമുണ്ടായത്. തുടർന്ന് രാജു സ്റ്റീഫൻ ഡിസൂസ ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. ഈ കേസിലാണ് അക്കൗണ്ടിൽ പിടിച്ചെടുത്ത തുക തിരികെ നൽകുന്നതിനൊപ്പം നഷ്ടപരിഹാരവും നൽകാൻ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടത്. ബാങ്കിന്റെ ഇത്തരം സുതാര്യമല്ലാത്ത സേവനം സാധാരണക്കാർക്ക് വലിയ നഷ്ടവും മാനസിക ബുദ്ധിമുട്ടുമാണ് ഉണ്ടാക്കുന്നതെന്നും ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനാണ് നിയമ പോരാട്ടം നടത്തിയതെന്നും ഇത് നീതിയുടെ വിജയമാണെന്നും രാജു സ്റ്റീഫൻ ഡിസൂസ വ്യക്തമാക്കി. 2022 ನಾನು ಸೌತ್ ಇಂಡಿಯಾ ಬ್ಯಾಂಕ್ ಸೀತಾಂಗೋಳಿ ಬ್ರ್ಯಾಂಚಲ್ಲಿ ಒಂದು ಕರೆಂಟ್ ಅಕೌಂಟನ್ನು ಓಪನ್ ಮಾಡಿದೆ. ಅದರಲ್ಲಿ ಮಿನಿಮಮ್ ಬ್ಯಾಲೆನ್ಸ್ ಅವರು 5,000 ರೂಪಾಯಿ ಇಡಬೇಕು ಅಂತ ಹೇಳಿದರು. ನಾನು ಇದೇ ಪ್ರಕಾರ 5,000 ಅಮೌಂಟನ್ನು ನಾನು ಡೆಪಾಸಿಟ್ ಆಗಿ ಇಟ್ಟಿದ್ದೆ. ಒಂದಿನ ನನ್ನ ಅಕೌಂಟಿಂದ 2023 ಜಾನ್ವರಿ ಮತ್ತು ಫೆಬ್ರವರಿ ಈ ತಿಂಗಳಲ್ಲಿ 295 ರೂಪಾಯಿ ಡಿಡಕ್ಟ್ ಆಯಿತು. ಮುಂದಿನ ತಿಂಗಳು 295 ಡಿಡಕ್ಟ್ ಆಯಿತು. ನಾನು ಆ ಸಮಯದಲ್ಲಿ ಇದನ್ನು ಗಮನಿಸಿದೆ. ಅದಕ್ಕೆ ಬ್ಯಾಂಕಿಗೆ ಹೋಗಿ ಕೇಳಿದೆ, ಈ ರೀತಿ ನನ್ನ ಅಕೌಂಟಿಂದ ದುಡ್ಡು ಮೈನಸ್ ಆಗ್ತಾ ಇದೆಯಲ್ಲ, ಏನು ಕಾರಣ ಅಂತ. ಆಗ ಅವ್ರು ಹೇಳಿದರು, ಅದು ಮೆಸೇಜ್ ಚಾರ್ಜ್ ಅಂತ 2 ರೂಪಾಯಿ ನಿಮ್ಮ ಅಕೌಂಟಿಂದ ಕಟ್ ಆಗಿದೆ, ಹಾಗೆ ನಿಮ್ಮ ಅಕೌಂಟ್ ಇನ್ಸಫಿಷಿಯೆಂಟ್ ಅಕೌಂಟ್ ಆಗಿ ಬದಲಾಗಿದೆ, ಆದ್ದರಿಂದ ನಿಮ್ಮ ಅಕೌಂಟಿಂದ ಈ ಥರ ದುಡ್ಡು ಮೈನಸ್ ಆಗ್ತದೆ. ನಾನು ಕೇಳಿದೆ, ಅದು ಸರಿಯಲ್ಲ, ಅದು ನನಗೊಂದು ಇನ್ಫಾರ್ಮೇಷನ್ ಕೊಡದೆ ನೀವು ಈ ಥರ ಅಮೌಂಟನ್ನು ಡಿಡಕ್ಟ್ ಮಾಡೋದು ಸರಿಯಲ್ಲ. ಅದಕ್ಕೆ ಅವ್ರು ಹೇಳಿದರು, ಇದೆಲ್ಲ ಕಂಪ್ಯೂಟರೈಸ್, ನನಗೇನು ಮಾಡಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ ಅಂತ ಹೇಳಿದರು. ಹಾಗೆ ನಾನು ಅಡ್ವೊಕೇಟ್ ಥೋಮಸ್ ಅವರನ್ನು ಸಂಪರ್ಕಿಸಿ ಗ್ರಾಹಕರ ವೇದಿಕೆಗೆ ದೂರು ಸಲ್ಲಿಸಿದೆ. ಅದರ ಪ್ರಕಾರ ನನಗೆ ಅನುಕೂಲಕರವಾಗಿ ವಿಧಿ ಬಂತು. കാസർഗോട്ടെ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് തോമസ് ഡിസൂസ MS ആണ് കേസിൽ പരാതിക്കാരന് വേണ്ടി മികച്ച വാദമുഖങ്ങൾ അവതരിപ്പിച്ച് അനുകൂല വിധി നേടിയത്. ഉപഭോക്താക്കൾ ബാങ്കിലുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് അക്കൗണ്ട് തുറക്കുന്നത്. എന്നാൽ അക്കൗണ്ടിൽ നിന്ന് പണം പിടിക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ പിടിച്ച ശേഷമോ ഉപഭോക്താവിനെ വ്യക്തമായി വിവരം അറിയിക്കേണ്ടത് ബാങ്കിന്റെ ഉത്തരവാദിത്തമാണ്. സാധാരണ രേഖകളിൽ ഒപ്പുവെപ്പിച്ചു എന്നതുകൊണ്ട് മാത്രം ബാങ്കിന് അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല. ഉപഭോക്താക്കളോട് പൂർണ്ണ സുതാര്യത പുലർത്താൻ ബാങ്കുകൾ ബാധ്യസ്ഥരാണെന്ന് ഈ വിധി വ്യക്തമാക്കുന്നുവെന്ന് അഡ്വക്കേറ്റ് തോമസ് ഡിസൂസ അഭിപ്രായപ്പെട്ടു. ಗ್ರಾಹಕರ ವೇದಿಕೆ ಕಾಸರಗೋಡಿನಲ್ಲಿ ದೂರು ನೀಡಲು ನನ್ನನ್ನು ಸಮೀಪಿಸಿದರು. ಆ ಸಮಯದಲ್ಲಿ ನಾವು ಈ ವಿಷಯವನ್ನೆಲ್ಲ ಇಟ್ಟು ನಮ್ಮ ಒಬ್ಬ ಗ್ರಾಹಕನಿಗೆ
ಅನಾನುಕೂಲತೆಯಾಗಿ ಅದೇ ಪ್ರಕಾರ ಅವರಿಗೆ ತೊಂದರೆ ಆಗುವಂಥ ಒಂದು ಕೆಲಸ ಮಾಡಬಾರದು ಎಂಬ ರೀತಿಯಲ್ಲಿ ನಾವು ಅದನ್ನು ಗ್ರಾಹಕರ ವೇದಿಕೆಗೆ ದೂರು ಸಲ್ಲಿಸಿದೆವು. ಆ ಅವಧಿಯಲ್ಲಿ ವಾದಿ ಪ್ರತಿವಾದಿ ಇಬ್ಬರದ್ದು ವಿಚಾರಣೆ ಎಲ್ಲ ನಡೆಸಲಾಗಿ ಕೊನೆಯಲ್ಲಿ ನಮ್ಮ ವಾದದಲ್ಲಿ ನಾವು ತಿಳಿಸಿದ್ದೇನಂತ ಹೇಳಿದರೆ, ಒಂದು ಗ್ರಾಹಕನಲ್ಲಿರುವ ಹಣ ಅವರು ಉತ್ತಮ ವಿಶ್ವಾಸದ ಮೇಲೆ ಬ್ಯಾಂಕಿನಲ್ಲಿ ನಿಕ್ಷೇಪಿಸ್ತಾರೆ. ಆ ನಿಕ್ಷೇಪಿಸಿದ ಹಣವನ್ನು ಯಾವುದೇ ರೀತಿಯಲ್ಲಿ ಕೂಡ ಅವರಿಗೆ ತಿಳಿಸದೆ ಅವರಿಂದ ₹1 ಕೂಡ ನೀವು ತೆಗೆಯಬಾರ್ದು. ಅದಕ್ಕೆ ಅವರ ಪ್ರತಿವಾದದಲ್ಲಿ ಅವರು ಹೇಳಿದ್ದೇನಂತ ಹೇಳಿದರೆ, ಅವರು ಸುಮಾರು ಬ್ಯಾಂಕಿನಲ್ಲಿ ಖಾತೆ ಹೊಂದಿ ಅನುಭವಿಸ್ತರು. ಅಷ್ಟು ಮಾತ್ರ ಅಲ್ಲ, ಅವರು ಈ ಖಾತೆ ತೆರೆಯುವಾಗ ಬೇಕಾದಂಥ ಎಲ್ಲ ಅಗ್ರಿಮೆಂಟನ್ನು ಅವರು ದಸ್ತಖತ್ತು ಹಾಕಿ ಕೊಟ್ಟಿದ್ದಾರೆ ಅಂತ. ಆಗ ನಮ್ಮ ವಾದ ಹೀಗಿತ್ತು, ಅವರು ಯಾವ ಅಗ್ರಿಮೆಂಟಿಗೆ ಸೈನ್ ತೆಗೆಯುವುದಾದರೂ ಅದಕ್ಕೆ ಕಾನೂನಿನ ವ್ಯಾಪ್ತಿಯಲ್ಲಿ ಅದು ನಿಲ್ಲುವುದಿಲ್ಲ, ಯಾಕೆಂದರೆ ಅದು ಶಾಸನ ಅಲ್ಲ. ഇരുഭാഗങ്ങളുടെയും വാദങ്ങൾ കേട്ട കമ്മീഷൻ ബാങ്ക് ഈടാക്കിയ തുക തിരികെ നൽകുന്നതിനൊപ്പം മാനസിക ബുദ്ധിമുട്ടിനുള്ള നഷ്ടപരിഹാരവും കോടതി ചെലവും പരാതിക്കാരന് നൽകാൻ ഉത്തരവിടുകയായിരുന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. രാമണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശാഭിമാനി അക്ഷരമുറ്റം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ചിത്താരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികളിൽ അറിവും പൊതുവിജ്ഞാനവും വളർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ദേശാഭിമാനി അക്ഷരമുറ്റം പദ്ധതിയുടെ ഭാഗമായി ചിത്താരി സർവീസ് സഹകരണ ബാങ്കിന്റെ പരിധിയിലെ മുഴുവൻ സ്കൂളുകളിലും നൽകുന്ന ദേശാഭിമാനി പത്രത്തിന്റെ ഉദ്ഘാടനം രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ചിത്താരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുപാട് പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഉണ്ട്. അതൊക്കെ നമ്മൾ പരമാവധി നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉയർന്നു വരുന്നതിന് പ്രധാനപ്പെട്ടതാണ്. വായന എന്നുള്ളത് ഒരിക്കലും മരിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ വായന മരിക്കുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ സാധാരണ വായനയിൽ നിന്ന് കുറേയൊക്കെ നമ്മൾ ഈ വായനയിലേക്ക് പോകുന്നു എന്നുള്ളൊരു പ്രത്യേകത അതിനുണ്ട്. പത്രവും ഈ പത്രമായി നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിലേക്ക് പത്രം എത്തിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ ഏത് പത്രത്തിൻ്റെയും ഈ വേർഷൻ നമുക്ക് കാണാൻ കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അറിയേണ്ടത് നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ അപ്പുറത്ത് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. സ്കൂൾ PTA പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ബി പ്രേമ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രതീഷ് വെള്ളംതട്ട, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി പി സതീശൻ മാസ്റ്റർ, ദേശാഭിമാനി പ്രതിനിധി സി സുരേഷൻ, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് പി ദിവ്യ ടീച്ചർ, അനീഷ് ദീപം, ധന്യ അരവിന്ദ്, ചിത്താരി ബാങ്ക് ഭരണസമിതി അംഗം പ്രേമ നാരായണൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ വി കെ പ്രിയ സ്വാഗതവും ചിത്താരി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി കരുണാകരൻ കുന്നത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സഹപാഠിയുടെ ജീവൻ രക്ഷിച്ച കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയും SPC കേഡറ്റുമായ മുഹമ്മദ് സഹൽ ഷഹസാദിനെ NDRF 4th ബറ്റാലിയന്റെയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ അനുമോദിച്ചു. കഴിഞ്ഞ വർഷം ഷഹസാദ് നടത്തിയ ജീവൻ രക്ഷാ പ്രവർത്തനത്തെ അനുമോദിക്കുന്നതിനായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സഹപാഠിയുടെ ജീവൻ രക്ഷിച്ച കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയും SPC കേഡറ്റുമായ മുഹമ്മദ് സഹൽ ഷഹസാദിനെ NDRF 4th ബറ്റാലിയന്റെയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ അനുമോദിച്ചു. കഴിഞ്ഞ വർഷം ഷഹസാദ് നടത്തിയ ജീവൻ രക്ഷാ പ്രവർത്തനത്തെ അനുമോദിക്കുന്നതിനാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങി ശ്വാസതടസ്സം നേരിട്ട സഹപാഠിയെ ദിവസങ്ങൾക്ക് മുൻപ് NDRF സ്കൂളിൽ നടത്തിയ പരിശീലനത്തിൽ ലഭിച്ച അറിവിലൂടെ പ്രാഥമിക ശുശ്രൂഷ നൽകി രക്ഷിച്ചതിനാണ് കുട്ടിയെ അനുമോദിച്ചത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉപഹാരം നൽകി കുട്ടിയെ അനുമോദിച്ചു. കേൾക്കുമ്പോൾ ചെറിയൊരു പ്രവൃത്തിയായിട്ട് തോന്നുമെങ്കിലും ഒരാളുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അയാൾ അന്ന് ചെയ്തത്. പ്രധാനമായിട്ടും നമ്മൾ പല കാര്യങ്ങളും ജീവിതത്തിൽ ചെറിയ വിഷയമെന്ന് തോന്നുന്നത് പല സമയത്ത് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് തന്നെ മാറും.
അത് തന്നെയാണ് നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ്ങിൻ്റെ പല സമയത്തും നടത്താറുണ്ട്. അപ്പോൾ ആ ട്രെയിനിങ്ങിൽ ഓരോ കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്. ആ ട്രെയിനിങ്ങിൽ പറയുന്ന പല കാര്യങ്ങളും കുറേയൊക്കെ പങ്കെടുക്കുന്നവർ കാര്യമായിട്ട് എടുക്കാറുണ്ട്. എന്നാൽ അത് കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ട് അത് ഉപകാരപ്രദമാകുന്ന ചുരുക്കം ചില സന്ദർഭങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭമാണ് കഴിഞ്ഞ വർഷം ഇവിടെ ഈ സ്കൂളിൽ നടന്നത്. ഈ സഹലിന് എല്ലാവിധ ആശംസകളും അറിയിക്കാനും ഇതിലൂടെ ഒരുപാട് മെസ്സേജസാണ് സഹൽ നൽകുന്നത്. എപ്പോഴും ലൈഫ് സ്കിൽസ്, എല്ലാ തരത്തിലുള്ള ലൈഫ് സ്കിൽസ് ചെറിയൊരു സ്കൂൾ തലത്തിൽ തൊട്ട് എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമാണ്. കൂടാതെ തന്നെ ബേസിക് ലൈഫ് സപ്പോർട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്സ് എല്ലാം നമ്മുടെ സ്കൂൾ തലത്തിൽ അതിൻ്റെ പ്രാധാന്യം കൂടെയാണ് ഈ ഒരു കാര്യത്തിലൂടെ നമ്മൾ നൽകുന്നത്. സംഭവം ഞാൻ അവന് ഭക്ഷണം കഴിക്കുന്നിടയിൽ അവൻ്റെ തൊണ്ടയിൽ പൊടിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ പിറകിൽ പോയി ചെസ്റ്റിന് താഴെ പിടിച്ചപ്പോൾ പ്രസ് ചെയ്ത് നമ്മൾ ഛർദ്ദിച്ച് എല്ലാം പുറത്തു വരും. ഇത് NDRFിൻ്റെ ട്രെയിൻ കിട്ടിയതിന് 2 ദിവസം ശേഷം സംഭവം. ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ടപ്പോൾ ടീച്ചർ പിന്നെ എല്ലാവരും അറിയിച്ചിട്ടപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഇല്ലില്ല, അവർക്ക് വെപ്രാളൊന്നും ഉണ്ടായിട്ടാണ്. ഞാൻ ഓരോ പറഞ്ഞനുസരിച്ച് ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോൾ 4ാം ബറ്റാലിയൻ കമാൻഡന്റ് ശൈലേന്ദ്ര സിംഗ് രത്തോഡ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഹോസ്ദുർഗ് തഹസിൽദാർ കെ രമേശൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ N വേണുനാഥൻ, SPC CPOമാരായ തുഷാര M, ശ്രീജിത്ത് PV എന്നിവർ സംസാരിച്ചു. ഞാൻ പ്രവീൺ S പ്രസാദ്, ഡെപ്യൂട്ടി കമാൻഡന്റ് ഓപ്പറേഷൻസ് 4ാം ബറ്റാലിയൻ NDRF. ഇന്ന് ഇവിടെ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശ്രീ മുഹമ്മദ് ഷഹൽ ഷെഹസാദ് എന്ന വിദ്യാർത്ഥിയുടെ ഒരു അനുമോദന ചടങ്ങാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ NDRFിൻ്റെ ടീം ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു സ്കൂൾ സേഫ്റ്റി പ്രോഗ്രാം, ഒരു ദിവസത്തെ സ്കൂൾ സേഫ്റ്റി പ്രോഗ്രാം നടത്തുകയുണ്ടായി. അതിൽ ഫസ്റ്റ് എയ്ഡ്, CPR, ബ്ലീഡിംഗ് കൺട്രോൾ, FBO തുടങ്ങി ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് കുട്ടികളെ പഠിപ്പിക്കുകയുണ്ടായി. അതിന് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഉച്ചഭക്ഷണ സമയത്ത് ഒരു സഹപാഠി തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി സഹായത്തിന് നോക്കുന്ന സമയത്ത് ശ്രീ മുഹമ്മദ് ഷഹൽ ഷെഹസാദ് വളരെ സംയോജിതമായി കൃത്യമായും ധീരതയോടും കൂടി ഹെംലിക് മനൂവർ എന്ന ഫോറിൻ ബോഡി എയർവേ ഒബ്സ്ട്രക്ഷൻ ക്ലിയർ ചെയ്യാനുള്ള മെത്തേഡ് വളരെ കൃത്യമായി ഉപയോഗിച്ച് സഹപാഠിയുടെ ജീവൻ രക്ഷിക്കുകയുണ്ടായി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് P സുമ സ്വാഗതവും ദേശീയ ദുരന്ത നിവാരണ സേന ഡെപ്യൂട്ടി കമാൻഡന്റ് പ്രവീൺ S പ്രസാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാമായണ ശീലുകളുടെ ധന്യതയിൽ ശ്രീരാമ സേവാ സമിതി സത്സംഗം മാവുങ്കാലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വാൽമീകി രാമായണ പാരായണ യജ്ഞത്തിന് ഭക്തി നിർഭരമായ തുടക്കം. തന്ത്രിവര്യനും സമിതി സംയോജകനുമായ ബ്രഹ്മശ്രീ എടമന ഈശ്വരൻ തന്ത്രികൾ ദീപ പ്രജ്വലനം നടത്തി. രാമായണ ശീലുകളുടെ ധന്യതയിൽ ശ്രീരാമ സേവാ സമിതി സത്സംഗം മാവുങ്കാലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വാൽമീകി രാമായണ പാരായണ യജ്ഞത്തിന് തുടക്കമായി. ശ്രീരാമക്ഷേത്ര തന്ത്രിവര്യനും സമിതിയുടെ സംയോജകനുമായ ബ്രഹ്മശ്രീ എടമന ഈശ്വരൻ തന്ത്രികൾ ദീപപ്രജ്വലനം നടത്തി 1 വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികൾക്ക് സമാരംഭം കുറിച്ചു. തുടർന്ന് സമിതി അംഗങ്ങൾ രാമായണ മഹാത്മ്യം മുതലുള്ള സർഗങ്ങൾ വായിച്ച് സമർപ്പിച്ചു. സംസ്കൃത പണ്ഡിതനും ഭാഗവതാചാര്യനുമായ ബ്രഹ്മശ്രീ TK രാധാകൃഷ്ണൻ നമ്പൂതിരി ആധ്യാത്മിക രാമായണത്തെ അധികരിച്ച പ്രഭാഷണം നടത്തി. ആദ്യം വേണ്ട സമാധാനത്തിന് നമുക്കെന്താണ് അതിന് ഭാരതീയ സനാതന ധർമ്മത്തിൽ നമുക്ക് ഉപദേശിച്ചിട്ടുള്ള വഴി എന്ന് പറയുന്നത് സമാധാനത്തിന് വേണ്ടത് ഒറ്റൊന്നേ ഉള്ളൂ. ഭക്തി ഉണ്ടെങ്കിൽ തീർച്ചയായും സമാധാനം ഉണ്ടാവും. ആർക്കാ സമാധാനം ഇല്ലാത്തത്? ഓൻ്റെ മനസ്സ് അലകടലായിട്ട് പാഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ ഓന് അവനവൻ്റെ മനസ്സിനുള്ള സുഖങ്ങളായാലോ ദുഃഖങ്ങളായാലോ അത് സമർപ്പിക്കാനുള്ള ഒരു സ്ഥലം ഉള്ളവർക്ക് എന്തുണ്ട്? അതായത് ഭക്തിയുള്ളവർക്ക് എന്തുണ്ട്? ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉള്ളവർക്ക് എന്തുണ്ട്? അതവിടെ സമർപ്പിക്കാനുള്ള ഒരു വഴി സനാതന ധർമ്മം നമ്മൾ ഉപദേശിച്ചിട്ടുള്ള വലിയൊരു കാവ്യമാണ്, ആദി കാവ്യമാണ് രാമായണം എന്ന് പറയുന്നത്. അത് ഈ രാമായണത്തിലെ രമ്യ രാമായണി കഥ എന്ന് വെച്ചാൽ ഏറ്റവും രമ്യമായിട്ടുള്ള കഥയാണ് രാമായണ കഥ. ഈ രാമൻ്റെ കഥ കേട്ടാലും അതുപോലെ തന്നെ അറിഞ്ഞാലും ആ രാമൻ്റെ ജീവിതം, രാമൻ്റെ ഗുണങ്ങൾ, സീതാദേവിയുടെ പാതിവ്രത്യ ധർമ്മം, അതുപോലെ അന്നത്തെ കാലത്തുള്ള രാജധർമ്മം, നമ്മളെ ഭാവനയിലുള്ള രാമൻ്റെ രാജ്യം. വിഷ്ണു സഹസ്രനാമ പാരായണവും നടന്നു. ചടങ്ങിൽ വെച്ച് കാഞ്ഞങ്ങാട്ടെ പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ AC പത്മനാഭനെ എടമന ഈശ്വരൻ തന്ത്രിയും ഹരിഹരൻ നമ്പ്യാരും ചേർന്ന് ആദരിച്ചു.
പ്രഭാഷകൻ TP രാധാകൃഷ്ണൻ നമ്പൂതിരിയെയും ആദരിച്ചു. ശ്രീരാമ സേവാ സമിതി സത്സംഗം മാവുങ്കാലിന്റെ അംഗങ്ങളും ഭാരവാഹികളും നാട്ടുകാരും പരിപാടിയിൽ സംബന്ധിച്ചു. ഒരു വർഷക്കാലം തുടരുന്ന വാൽമീകി രാമായണ യജ്ഞം എല്ലാ മലയാള മാസവും ആദ്യത്തെ ബുധനാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. PP രാധിക ടീച്ചർ, സുമാ രാഘവൻ, രുക്മിണി ദാമോദരൻ, രാജേശ്വരി അമ്മ, ഹരിഹരൻ നമ്പ്യാർ, പഞ്ചായത്ത് അംഗം സജി കുന്നുമ്മൽ, ചന്ദ്രശേഖരൻ തൈക്കടപ്പുറം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. BMS ബസ് ആൻഡ് ഹെവി വെഹിക്കിൾസ് സംഘ് ഹൊസ്ദുർഗ് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ BMS സ്ഥാപക ദിനം ആചരിച്ചു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിന് മുന്നിൽ BMS ജില്ലാ സെക്രട്ടറി KV ബാബു പതാക ഉയർത്തി യോഗം ഉദ്ഘാടനം ചെയ്തു. BMS ആൻഡ് ഹെവി വെഹിക്കിൾസ് സംഘ് ഹൊസ്ദുർഗ് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 23 BMS സ്ഥാപക ദിനം ആചരിച്ചു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിന് മുന്നിൽ BMS ജില്ലാ സെക്രട്ടറി KV ബാബു പതാക ഉയർത്തി യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രദേശിലെ ഭോപ്പാലിൽ വെച്ച് രൂപം കൊണ്ട ഭാരതീയ മസൂർ സംഘം 72ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് രാജ്യത്തെ തൊഴിലാളി രംഗത്ത് ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായി ഈ സംഘടന മാറി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തൊഴിലാളിവൽക്കൃത വ്യവസായം, വ്യവസായവൽക്കൃത രാഷ്ട്രം എന്നുള്ള ഉദാത്തമായ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ദേശീയ ബോധമുള്ള ഒരു തൊഴിലാളിയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഭാരതീയ മസൂർ സംഘം പ്രവർത്തിക്കുന്നത്. 72ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ മറ്റെല്ലാ ട്രേഡ് യൂണിയനുകളെയും പിന്നിലാക്കിക്കൊണ്ട് നിസ്വാർത്ഥമായ ആത്മാർത്ഥമായ ഒരു പറ്റം പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഭാരതീയ മസൂർ സംഘം അതിൻ്റെ ഇന്നത്തെ ജന്മനാളിൽ കൊണ്ടാടുന്നത്. സ്ഥാപന ദിനവുമായി ബന്ധപ്പെട്ട് ജൂലൈ 1 മുതൽ 30 വരെ എല്ലാ യൂണിറ്റിലും കുടുംബ സംഗമങ്ങളും സേവാനിധിയും പാവപ്പെട്ട തൊഴിലാളികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സേവാനിധി സ്വരൂപിക്കുകയും. BMS ജില്ലാ ഉപാധ്യക്ഷൻ പറശ്ശിനി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി അനീഷ്, ഭാസ്കരൻ ചെമ്പിലോട്ട്, ജയേഷ് കാരാക്കോട്, രാധാകൃഷ്ണൻ RK, മഞ്ജു പുല്ലൂർ, ശ്യാം പ്രകാശ്, ഷാജി കൊളവയൽ, സതീഷ് കല്യാൺ, പ്രമോദ് കൊളവയൽ, സുജി മൂവാരിക്കുണ്ട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരത്ത് വൻ ലഹരിവേട്ട. 120 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ SFI കാഞ്ഞങ്ങാട്ട് മാർച്ച് നടത്തി. പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം. കാസർഗോഡ് കുമ്പളയിൽ ഗൃഹനാഥനെയും കുടുംബത്തെയും ആയുധം ഉപയോഗിച്ച് ബന്ദികളാക്കി 42 പവൻ സ്വർണവും 1,00,000 ലക്ഷം രൂപയും കവർന്ന കേസ്. മുഖ്യപ്രതി പിടിയിൽ. ദേശീയ മാമ്പഴ ദിനാഘോഷം. വിദ്യാനഗർ ചിന്മയ വിദ്യാലയത്തിൽ മാമ്പഴത്തിന്റെ മധുരമേറും ഓർമ്മകൾ സമ്മാനിച്ച് ഫയർലെസ് കുക്കിംഗ് മത്സരം സംഘടിപ്പിച്ചു. കോൺഗ്രസ് നേതാവ് K ബാലകൃഷ്ണന്റെ വിയോഗം. നാടിന് നഷ്ടമായത് വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച പൊതുപ്രവർത്തകന്. ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് കോഴ്സിന്റെ 29ാമത്തെ ബാച്ചിന്റെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് ഉദ്ഘാടനം ചെയ്തു. ഒറ്റ അദാലത്തിലൂടെ പൊതുജനങ്ങളുടെ 28 പരാതികളിൽ തീർപ്പുണ്ടാക്കി തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ പരാതി പരിഹാര അദാലത്ത്. പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.